നേർമലയാളിയുടെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രവചന എപ്പിസോഡുകളിലെ അവസാനത്തെ വീഡിയോ ആണ് ഇന്ന് പുറത്തിറങ്ങുന്നത്. 10ാമത്തെ വീഡിയോ. ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഈ വിശകലനത്തിന് വേണ്ടി ഞങ്ങൾ സ്വീകരിച്ച മാർക്ക് ഒന്നുകൂടെ വിശദമാക്കുകയാണ്. കേരളത്തിലെ 140 മണ്ഡലങ്ങളിലെയും 2011, 2016, 2021 വർഷങ്ങളിൽ ഓരോ മുന്നണിക്കും കിട്ടിയ വോട്ടുകൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആവശ്യമെങ്കിൽ 2006 പരിശോധിച്ചിട്ടുണ്ട്. ഇവയുടെ അടിസ്ഥാനത്തിൽ ചില മണ്ഡലങ്ങളിൽ കൃത്യമായിട്ട് LDF വോട്ട് കൂടുകയും UDF വോട്ട് കുറയുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ചില മണ്ഡലങ്ങളിൽ UDF വോട്ട് കൂടുകയും LDF വോട്ട് കുറയുകയും ചെയ്തിട്ടുണ്ട്. ചില മണ്ഡലങ്ങളിൽ രണ്ട് മുന്നണികൾക്കും വോട്ട് കുറയുകയും അല്പം വോട്ട് BJPക്ക് കൂടുകയും ചെയ്തിട്ടുണ്ട്. ഈ കണ്ടെത്തലുകളുടെ ഈ പട്ടിക വിശകലനം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ചില വ്യക്തികളുമായി സംസാരിച്ചു. ആ വ്യക്തികളുടെ സംസാരം കൂടെ പരിഗണിച്ചു. അതോടൊപ്പം തന്നെ അവിടെ നിൽക്കുന്ന സ്ഥാനാർത്ഥികളുടെ മികവ് വിലയിരുത്തി. അത് മാധ്യമങ്ങൾ വഴി വരുന്നത് നാട്ടുകാരുമായി ചിലരുമായി സംസാരിച്ചിട്ട് അവിടെ വ്യക്തികളുടെ സുഹൃത്തുക്കളുമായിട്ട് സംസാരിച്ചിട്ടൊക്കെ സ്ഥാനാർത്ഥികളുടെ മികവ് പരിശോധിച്ചു. ഈ മികവും കൂടെ പരിശോധിച്ചൊരു അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ വിജയ സാധ്യത പ്രവചിച്ചിട്ടുള്ളത്. അങ്ങനെ 14 ജില്ലകളിൽ ഞങ്ങൾ വിജയ സാധ്യത പ്രവചിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ചുരുങ്ങിയ രൂപം ഞങ്ങളിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ആദ്യം നമ്മൾ ചെയ്യുന്നത് കാസർഗോഡ് ജില്ലയാണ്. കാസർഗോഡ് ജില്ലയിൽ ആകെ 5 സീറ്റാണുള്ളത്. അതിൽ 3 ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കും, 2 UDF നിൽക്കും. കണ്ണൂരിൽ ആകെ 11 സീറ്റാണുള്ളത്. അതിൽ 8 ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കും, 1 UDF നിൽക്കും. 2 പ്രവചനാതീതമായ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളാണ്. ഒന്ന് കണ്ണൂരും മറ്റൊന്ന് പേരാവൂരും. വയനാട് ആകെ 3 സീറ്റാണുള്ളത്. 1 LDF ജയിക്കും, 1 UDF ജയിക്കും, 1 പ്രവചനാതീതമാണ്, അത് കൽപ്പറ്റ മണ്ഡലമാണ്. കോഴിക്കോട് ആകെ 13 മണ്ഡലങ്ങളാണുള്ളത്. നിലവിലെ സാധ്യത വെച്ച് അതിൽ 10 LDF വിജയിക്കും, 1 UDF ഉറപ്പായി വിജയിക്കും, 2 അത് പ്രവചനാതീതം എന്ന രീതിയിൽ, അത് കുറ്റ്യാടിയും വടകരയുമാണ് 2 സീറ്റുകൾ പ്രവചനാതീതം എന്ന രീതിയിലുള്ളത്. മലപ്പുറം ജില്ലയിൽ മൊത്തം 16 സീറ്റാണുള്ളത്. അതിൽ 5 സീറ്റ് LDF വിജയിക്കാനാണ് സാധ്യത, 9 സീറ്റ് UDF വിജയിക്കും, 2 സീറ്റുകൾ അത് പ്രവചനാതീതമായ മത്സരമാണ് നടക്കുന്നത്, താനൂരും തിരൂരും. പാലക്കാട്, അടുത്ത പാലക്കാടാണ്. പാലക്കാട് 12 സീറ്റാണുള്ളത്. അതിൽ 11 LDF മുൻതൂക്കം നമുക്ക് പ്രവചിക്കാം. ഇനി വേണമെങ്കിൽ പാലക്കാട് എന്ന് പറയുന്നത് ഒരു തുല്യത, പാലക്കാടിൻ്റെ ഇടതുകൊണ്ട് മുൻതൂക്കം ഉണ്ടെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. അത് തുല്യമായിട്ട് നിൽക്കുകയാണെങ്കിൽ 10-1-1. മണ്ണാർക്കാട് നിയമസഭാ മണ്ഡലം UDF ജയിക്കും. പാലക്കാട് ഒരു പ്രവചനാതീതമായ മത്സരമായിട്ട് നിലനിൽക്കുകയാണെങ്കിൽ 10-1-1 എന്ന രീതിയിലായിരിക്കും വരിക. തൃശ്ശൂരാകെ 13 സീറ്റാണ്. അതിൽ 10 LDF തീർച്ചയായിട്ടും ജയിക്കും. UDF ഉറച്ച സീറ്റുകളില്ല. 3 സീറ്റിൽ അവിടെ പ്രവചനാതീതമായ മത്സരമാണ്. എറണാകുളമാണ് UDF കോട്ട എന്നറിയപ്പെടുന്ന എറണാകുളം ജില്ലയിൽ കഴിഞ്ഞ തവണ LDF നേടിയിട്ടുള്ള 5 സീറ്റുകൾ നിലനിർത്തും. UDF 6 നിലനിർത്തും. 3 വളരെ പ്രവചനാതീതമായ മത്സരമാണ് അവിടെ നടക്കുന്നത്. അടുത്ത ഇടുക്കി ജില്ലയാണ്. ഇടുക്കി ജില്ലയിൽ 5 സീറ്റുകളാണുള്ളത്. ഇതിൽ നേരത്തെ 4 LDF ഇത്തവണ 3 LDF കിട്ടുക. UDF 1 കിട്ടും തൊടുപുഴ, 1 പീരുമേട് മണ്ഡലം പ്രവചനാതീതമായ മണ്ഡലമായിട്ട് നിലനിൽക്കുന്നു. ഇത് കോട്ടയമാണ്. കോട്ടയത്ത് 9 മണ്ഡലങ്ങളാണുള്ളത്. നിലവിലെ സാധ്യത അനുസരിച്ച് 6 LDF ലഭിക്കും, 2 UDF ലഭിക്കും. ഒരു മണ്ഡലത്തിൽ പ്രവചനാതീതമായ മത്സരമാണ് നടക്കുന്നത്, അത് പാലായിലാണ്. ആലപ്പുഴയിൽ 9 മണ്ഡലങ്ങളാണുള്ളത്. അതിൽ 8 മണ്ഡലവും LDF ജയിക്കും, 1 മണ്ഡലം UDF ജയിക്കും, അത് ഹരിപ്പാടാണ് UDF ജയിക്കുന്ന മണ്ഡലം. പത്തനംതിട്ടയിൽ ആകെ 5 മണ്ഡലങ്ങളാണുള്ളത്. അതിൽ 4 LDF ജയിക്കും, 1 പ്രവചനാതീതം എന്ന പട്ടികയിലാണ് പെട്ടിട്ടുള്ളത്. ഇങ്ങനെ വരുമ്പോൾ അത് അടൂർ മണ്ഡലമാണ് ഇങ്ങനെ പ്രവചനാതീതമായ പട്ടികയിൽ ഉള്ളത്. കൊല്ലം ജില്ലയിൽ ആകെ 11 മണ്ഡലങ്ങളുണ്ട്. അതിൽ 7 LDF നിലനിർത്തും, 1 UDF ഉറപ്പായിട്ട് ജയിക്കും, 3 ശക്തമായ പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളായിട്ട് നമുക്ക് പരിഗണിക്കാം. തിരുവനന്തപുരം ജില്ലയിലെത്തുമ്പോൾ ആകെ 14 സീറ്റുകളുണ്ട്. അതിൽ 10 സീറ്റുകൾ ഇടതുപക്ഷം നിലനിർത്തും, 1 സീറ്റ് UDF നിലനിർത്തും, 3 സീറ്റിൽ വളരെ പൊരിഞ്ഞ പോരാട്ടം നടക്കുന്നു. ഇതാണ് പൊതുവെയുള്ള അവസ്ഥ. ഇങ്ങനെ പരിശോധിച്ച് നോക്കുമ്പോൾ ഈ 14 ജില്ലകളിലും കൂടെ LDF 91 സീറ്റ് ലഭിക്കാനാണ് സാധ്യത. UDF ഉറച്ച സീറ്റുകളായിട്ടുള്ളത് 27 എണ്ണമാണ്.
പൊരിഞ്ഞ മത്സരം നടക്കുന്ന, കടുത്ത മത്സരം നടക്കുന്ന, പോരാട്ടം നടക്കുന്ന 22 മണ്ഡലങ്ങളുണ്ട്. ഇതാണ് ഞങ്ങളുടെ സാധ്യതാ പട്ടികയിലെ അവസാനത്തെ നില. ഇത് പരിശോധിക്കുമ്പോൾ ഈ 22 പ്രവചനാതീതമായ സീറ്റുകളിൽ ഒരു 8 എണ്ണമെങ്കിലും LDF കിട്ടും എന്നാണ് ഞങ്ങൾ കരുതുന്നത്. 13 UDF കിട്ടാനാണ് സാധ്യത, ഒരെണ്ണം BJP. അങ്ങനെ നോക്കുന്ന സമയത്ത് LDF 99 സീറ്റും UDF 40 സീറ്റും BJP 1 സീറ്റും എന്ന രീതിയിലാണ് ഞങ്ങളുടെ ഒരു പ്രവചനം വരുന്നത്. ഇനി മറ്റൊരു സാധ്യതയുള്ളത് വടക്കൻ ജില്ലകളിലും അതുപോലെ തെക്കൻ കേരളത്തിലെ ചില മണ്ഡലങ്ങളിലും ന്യൂനപക്ഷ ഏകീകരണം നടന്നിട്ടുണ്ട് എന്നുള്ള ഒരു വിവാദം നടന്നിരുന്നു. അതിനെ സംബന്ധിച്ച് ഞങ്ങളെടുത്തിരുന്ന നിലപാട് ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം നടന്നിട്ടുണ്ടെങ്കിലും അത് നിയമസഭാ ബലത്തെ സ്വാധീനിക്കത്തക്ക രീതിയിൽ ശക്തമായിരുന്നില്ല എന്നാണ്. എന്നാലും ചില കേന്ദ്രങ്ങൾ അങ്ങനെ ഒരു അഭിപ്രായം സ്ഥിതിക്ക് ഒരുപക്ഷെ ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം നടന്നിട്ടുണ്ടെങ്കിൽ ഒരു 12 സീറ്റുകൾ വരെ ഇടതുപക്ഷത്തിന് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇടതുപക്ഷത്തിന് 99 നിന്ന് 12 കുറച്ചു കഴിഞ്ഞാൽ 87 സീറ്റുകളാണ് കിട്ടാനുള്ള സാധ്യത. അങ്ങനെ വരുന്ന സമയത്ത് UDF 40 കൂടെ ഒരു 12 സീറ്റും കൂടെ 52 സീറ്റ് UDF കിട്ടാൻ സാധ്യതയുണ്ട്, 1 സീറ്റ് BJP. അങ്ങനെയാണ് 140 സീറ്റുകളുടെ ഒരു നില ഞങ്ങൾ പ്രഖ്യാപിക്കുന്നത്. LDF 87 മുതൽ 99 വരെ, UDF 40 മുതൽ 52 വരെ, BJP 1. ഈ നിലയിലായിരിക്കും ഇത്തവണത്തെ കേരള നിയമസഭയുടെ ഫലപ്രഖ്യാപനത്തിന്റെ സാധ്യത എന്നാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. കഴിഞ്ഞ 2 ദിവസമായി നേർമലയാളി എന്ന് പറയുന്ന ഞങ്ങളുടെ YouTube ചാനൽ കാണുകയും ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത ഏവർക്കും ഞങ്ങളുടെ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്.